അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, സഹോദരന്മാരെ, നമ്മുടെ ഈ ക്ലാസ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്കുള്ള പ്രായവ്യത്യാസമില്ലാതെ ചെറിയവർക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ ഒരു ചെറിയ ക്ലാസ്സാണ്. പാരായണം മെച്ചപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ പാരായണത്തിൽ വരുന്ന അപാകതകൾ അതൊക്കെ ഒന്നും മാറ്റിയിട്ട് ചെറിയ സൂറത്തുകളാണ് ഓതുന്നത്. അതുപോലെ തന്നെ ആ സൂറത്തുകൾ പല പ്രാവശ്യം കേൾക്കുകയും ഓതാൻ അവസരം ഉണ്ടാവുകയും അതിൻ്റെ കൂടെ മനഃപ്പാഠമാക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയൊരു ക്ലാസ്സും കൂടിയാണ്. അപ്പം എന്ത് ചെയ്യുക, പരമാവധി ക്ലാസ് പൂർണ്ണമായിട്ടും കേൾക്കുകയും കേട്ടതിന് ശേഷം എനിക്കിത് മനസ്സിലായിട്ടുണ്ടോ, അത് പാരായണം ചെയ്യാൻ കഴിയുന്നുണ്ടോ, മനഃപ്പാഠമായിട്ടുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുക, സ്വന്തം ഒന്ന് വിലയിരുത്തുകയും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യുക. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായിട്ട് വളരെ സന്തോഷത്തോടു കൂടെ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാകണം. ഞാനിപ്പോൾ പാരായണം ചെയ്ത് ഏകദേശമൊക്കെ ഒന്ന് ലെവലായിട്ടുണ്ട് എന്നുള്ളതായ ആ ഒരു തരത്തിലേക്ക് നമ്മുടെ ഓത്ത് വരണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മാത്രമല്ല, നമ്മളൊക്കെ സാധാരണ നിസ്കാരത്തിലൊക്കെ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നെ സൂറത്തുകളാണല്ലോ ഓതാറുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസവും ഓരോ സൂറത്തുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓതി അതൊന്ന് മനഃപ്പാഠമാക്കണം. നിസ്കാരത്തിലൊക്കെ ഒന്ന് ഓതിയാൽ എന്ത് ചെയ്യും, എപ്പോഴും ഓർമ്മ ഉണ്ടാവും. കാരണം എല്ലാ സമയങ്ങളിലും ഒന്ന് ഓതുമ്പം പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച്, സൂറത്തുകളൊന്നും മനഃപ്പാഠമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഇന്നും ളുഹറിനും അസറിനും അതുപോലെ തന്നെ മഗ്രിബിനും ഇശാഇനും സുബ്ഹിക്കൊക്കെ ഈ ഒരു സൂറത്ത് ഓതാൻ സാധിച്ചാൽ, സാധാരണ അറിയുന്ന ഒരാളെ സംബന്ധിച്ച് അത് പ്രയാസമില്ല. ഓരോ ദിവസത്തിനും ഓരോ സൂറത്തുകൾ ഓതേണ്ടത്, ഇന്ന സൂറത്തുകൾ ഓതണം എന്നൊക്കെ ഉണ്ടല്ലോ. വെള്ളിയാഴ്ച രാവിലൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ വെള്ളിയാഴ്ച മഗ്രിബിന് ശേഷം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച്, അത് അറിയാത്ത ഒരാളെ സംബന്ധിച്ച് അപ്പോൾ ഏതെങ്കിലും ഒരു സൂറത്താണ് ഓതുക. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇന്ന് ഓതുകയാണെങ്കിൽ ഇന്നിപ്പോൾ എന്ത് ചെയ്യുക, ളുഹർ മുതലും അതുപോലെ തന്നെ ഈ സൂറത്ത് തന്നെ ദിവസം പല പ്രാവശ്യം ഓതി നോക്കുക. അപ്പം അങ്ങനെ ഈ 5 വക്ത് നിസ്കാരത്തിലും ഈ സൂറത്ത് തന്നെ ഓതിയാൽ അത് നമുക്ക് മനഃപ്പാഠമാക്കാൻ എളുപ്പമോ. അതിനാണ് പറഞ്ഞത്, അല്ലാതെ എല്ലാ വക്തിലും എല്ലാ നിസ്കാരത്തിലും ഈ സൂറത്ത് ഓതണം എന്നല്ല ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ എന്ത് ചെയ്യുക, ഒന്ന് ഓതിയാൽ അപ്പോൾ അത് എന്നും ഓർമ്മ ഉണ്ടാവും. നാളെ വേറെ സൂറത്ത് ഓതിയ, അങ്ങനെ എന്ത് ചെയ്യുക, പല ദിവസവും ഓരോ സൂറത്തുകൾ ഇങ്ങനെ ഓതി എന്ത് ചെയ്യുക, എല്ലാ സൂറത്തും ചെറിയ പ്രത്യേകം ചെറിയ സൂറത്തുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സൂറത്തുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പാരായണം ചെയ്യുകയും അത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു അവസരം പറഞ്ഞു തന്നു എന്ന് മാത്രം. അതല്ലാതെ നിസ്കാരത്തിൽ മാത്രം ഈ സൂറത്ത് ഓതണം എന്നല്ല പറഞ്ഞത്. ബാക്കിയുള്ള സമയത്തൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓതാൻ വേണ്ടി ശ്രമിക്കുകയും അത് മനഃപ്പാഠമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു തആല നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അള്ളാഹു തആല നിലനിർത്തി തരട്ടെ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ശീലമാക്കുകയും അതുപോലെ തന്നെ കുട്ടികളിൽ ഒക്കെ എന്ത് ചെയ്യുക, അത് ഒരു നടപ്പിൽ വരുത്തുകയൊക്കെ ചെയ്യുക. കാരണം ഇന്ന് ഒരു സൂറത്ത് നോക്കിയിട്ട് ഓതുകയാണെങ്കിൽ നാളെയും ഓതുകയാണെങ്കിൽ അത് അതിൻ്റെതായ നിയമങ്ങളൊക്കെ അനുസരിച്ച് വളരെ സ്ലോവിൽ സാവകാശം അക്ഷരങ്ങളൊക്കെ നല്ല ശുദ്ധിയോടുകൂടെ പരമാവധി ഓതാൻ വേണ്ടി ശ്രമിക്കുക. നാളെയും ഇതുപോലെ തന്നെ ഓതുക. അങ്ങനെ ഒരു 5-6 ദിവസം ഓട്ടോമാറ്റിക് നമ്മളെന്ത് ചെയ്യുക, ഇങ്ങനെ പതിവായിട്ട് ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനൊക്കെ വളരെ അതിൻ്റെതായ നിയമങ്ങളൊക്കെ അനുസരിച്ച് കൊണ്ട് തന്നെ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ പരമാവധി കേൾക്കുകയും ഉപകാരമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്കും അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും ഒക്കെ നമ്മളെ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങളെ ആ ഒരു എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. വളരെ ചെറിയ സൂറത്താണ്, നമുക്ക് കാണാതെ പഠിക്കാൻ വളരെ സിമ്പിളായ ഒരു ചെറിയൊരു സൂറത്താണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പല പ്രാവശ്യം
റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഓതുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുക. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് മനഃപ്പാഠമാക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടി ഓതാ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. വൽ അസ്ർ സ്വാദാണ് സ്വാ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ശദ്ദുള്ള നൂനാണ്, മണിക്കണം. ഇന്നൽ ലാമിന് സുക്കൂനാണ്, കൂട്ടി വായിക്കുക. ഇന്നൽ മണിച്ചതിന് ശേഷമേ കൂട്ടി വായിക്കാവൂ. ലാമിനേക്ക് സുക്കൂന് ആ ചേർത്ത് കൊണ്ട് വായിക്കാൻ പാടുള്ളൂ. ഇന്നൽ ഇൻസാന ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ലഫീ ഖുസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. സുക്കൂനുള്ള നൂനിന് ശേഷം സീന് വന്നു, ഇഖ്ഫാ ചെയ്യണം. ഇൻസാന എന്ന് പറയുന്നത് ഇൻസാന ലഫീ ഖുസ്ർ ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് ഇല്ലല്ലദീന ലദീന ലസീനല്ല ലദീന രണ്ട് പല്ലിൻ്റെയും ഇടയിലായിട്ട് നാവിൻ്റെ തലഭാഗം വരുന്ന രൂപത്തിൽ ലദീന ചെറിയ നിലക്ക് അതിൻ്റെ നാവിൻ്റെ തുമ്പൊന്ന് പുറത്തേക്ക് ഇടുക. ഇല്ലല്ലദീന ആമനൂ ആമനൂ വഅമിലുസ്സാലിഹാത്ത്. അവിടെ വഖഫ് ചെയ്തപ്പോൾ അവിടെ അല്പം നീട്ടി. മദ് ആരിൽ വരുന്നുണ്ട് അല്ലേ? മദ് ആരിൽ എങ്ങനെ വരിക? വഖഫ് ചെയ്യുന്ന അക്ഷരത്തിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ മദ് ആരിൽ വരും. വഅമിലുസ്സാലിഹാത്ത് ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്. ആമനൂ ആമനൂ ചെറിയൊരു നീട്ടിൽ നീട്ടണം. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഓരോ ആയത്തിൽ നമുക്ക് നോക്കാം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഈ അവസാനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യുക? ഒന്ന് പാരായണം ചെയ്യുക. പരമാവധി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓതി നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു 4-5 പ്രാവശ്യമെങ്കിലും ഓതുകയും അതുപോലെ തന്നെ 4-5 പ്രാവശ്യം കേൾക്കുകയും ഒക്കെ ചെയ്ത് അവസാനം
ഒന്ന് മനഃപ്പാടമാക്കാൻ വേണ്ടി ശ്രമിക്കുക. ചെറിയ സൂറത്ത് കൂടിയാണല്ലോ, വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മനഃപ്പാടമാക്കാം. ഒന്ന് പാരായണം ചെയ്ത് നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر وتواصوا بالحق وتواصوا بالصبر وتواصوا بالصبر وتواصوا بالصبر وتواصوا بالحق وتواصوا بالصبر. صبر 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 لا ബാന് പിന്നെ സുക്കൂനാണ്. وتواصوا بالحق وتواصوا بالصبر. خسر خسر والعصر 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 إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. നമുക്കൊന്ന് സൂറത്തുൽ അസ്റിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കാം. പിന്നെ ഒന്ന് രണ്ട് ആളുകൾ അഭിപ്രായം പറഞ്ഞിരുന്നു, അതിൻ്റെ ഒരു ചെറിയ നിലക്ക് എന്തെങ്കിലും ഒരു അർത്ഥ വിശദീകരണമൊക്കെ ഒന്ന് കിട്ടിയാൽ സന്തോഷമായിരുന്നു എന്നുള്ളത്. ഞാനൊരു അതിനൊരു അർഹനല്ലെങ്കിലും നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ മെയിനായിട്ടുള്ള ഉദ്ദേശം പാരായണം പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഞാനായാലും നിങ്ങളായാലും പാരായണം പഠിക്കുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ക്ലാസ് ഉള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചാണ്, അപ്പോൾ അവർക്കൊരു എന്തെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവും. ആ അനുസരിച്ചാണ് ചെറിയൊരു വിശദീകരണം കഴിവിൻ്റെ പരമാവധി നൽകുന്നത് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സൂറത്തുൽ അസ്ർ ആണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. വൽ അസ്ർ കാലം തന്നെയാണ് സത്യം. വൽ അസ്ർ കാലം സാക്ഷിയാണ്. വൽ അസ്ർ അസ്ർ നിസ്കാരം തന്നെയാണ് സത്യം. ഇങ്ങനെ പല നിലക്കും മഹാന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ കാലം തന്നെയാണ് സത്യം, കാലം സാക്ഷിയാണ്. നമ്മുടെ മുൻകാലത്തുള്ള ഒരുപാട് സമയങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ സമയത്ത് ഒരുപാട് ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. സുഹൃത്തുക്കളും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് നീങ്ങിയ ഒരുപാട് ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ സുഹൃത്തുക്കൾ ചെയ്യുന്നതിന് പകരം തിന്മ ചെയ്തുകൊണ്ട് അഹങ്കാരിയായിക്കൊണ്ട് ഫിർഔനെ പോലത്ത ഒരുപാട് കിങ്കരന്മാരും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ അവസ്ഥയും അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട, അമ്പിയാക്കളിൽപ്പെട്ട, സ്വാലിഹ്യങ്ങളിൽപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ ജീവിച്ച് കാണിച്ചു തന്ന ഒരു മാർഗരേഖയുണ്ട്. അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അതാണ് കാലം തന്നെയാണ് സത്യം, കാലം സാക്ഷിയാണ്. നമുക്കും അതുപോലെ തന്നെ ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത്. നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് പറയാൻ സാധ്യമല്ല. നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാകണം, അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല ഈമാനോടുകൂടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ആ ഒരു കാലം നമുക്ക് സാക്ഷിയാണ്. അപ്പോൾ അതിൽ നിന്ന് നാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ നമ്മൾ
തയ്യാറാകണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, കാലം സാക്ഷിയാണ്. നന്മ ചെയ്ത ആളുകളും തിന്മ ചെയ്ത ആളുകളും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മളൊക്കെ പഠിച്ചവരാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ഒരു മാർഗത്തിലേക്ക് നന്മയുടെ വക്തമായിട്ട് നിങ്ങൾ ജീവിക്കണം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യവർഗം നഷ്ടത്തിലാണ്, മനുഷ്യവർഗം നാശത്തിലാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അങ്ങനെയാണ്. അപ്പൊ അതിന്റെ സാഹചര്യം അങ്ങനെയാണ്. പക്ഷേ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, ഒരു കൂട്ടം ആളുകളൊഴികെ, ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ച ആളുകള്, വിശ്വാസം അത് ഹൃദയത്തിലാണ്. അപ്പോ വിശ്വാസം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വഅമിലുസ് സ്വാലിഹാത്ത്, അവന്റെ അവയവങ്ങളെ കൊണ്ട് സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളൊഴികെ. അപ്പോ വിശ്വാസം മാത്രം പോരാ, വിശ്വാസം ഉണ്ടായത് കൊണ്ട് മാത്രം പോരാ, അതിന്റെ കൂടെ അമലുസ് സ്വാലിഹാത്തും ഉണ്ടാകണം. വിശ്വാസമുണ്ടായാൽ അവൻ എന്തായി? ഒരു മുഅ്മിനായി. ഇനി ആ മുഅ്മിനായി എന്ന് പരിപൂർണ്ണ മുഅ്മിനാവണമെങ്കിലുള്ള അതിന്റെ ഒരു ക്വാളിറ്റി പറയുകയാണ്. അവന്റെ അവയവങ്ങളെ കൊണ്ട് അവൻ അമൽ ചെയ്യുന്നവനാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ മുഴുവനും ചെയ്യുന്നവരാകണം. ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും വർജിക്കുന്നവനാകണം. അങ്ങനെയുള്ള ഒരു മുഅ്മിനായ മനുഷ്യനൊഴികെ, അങ്ങനത്തെ ആളുകൾ ഒഴികെ, വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, സത്യം സ്വീകരിക്കാനും ക്ഷമ പാലിക്കാനും പരസ്പരം ഉപദേശിച്ചവരും ഒഴികെ ബാക്കിയുള്ള മനുഷ്യവർഗം മുഴുവനും നഷ്ടത്തിലാണ്, ബാക്കിയുള്ള മനുഷ്യർ മുഴുവനും നാശത്തിലാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഇല്ലല്ലദീന ആമനൂ, യഥാർത്ഥ മുഅ്മിനാവണം, യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിലായിക്കൊണ്ട് അടിയുറച്ചുകൊണ്ട് വിശ്വസിക്കുന്ന യഥാർത്ഥ മുഅ്മിനാവണം. ഒന്നാമത്തെ കണ്ടീഷൻ മുഅ്മിനാവണം. രണ്ടാമത് മുഅ്മിനായാൽ മാത്രം പോരാ, വഅമിലുസ് സ്വാലിഹാത്ത്, അമൽ സ്വാലിഹാത്തും ഉണ്ടാകണം. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനാകണം. ഇപ്പൊ ഞാനൊരു മുഅ്മിനാണ്, ആ മുഅ്മിനായ എന്നിൽ നിന്ന് അമൽ സ്വാലിഹാത്ത് ഉണ്ടാകണം. മുഅ്മിനായ മാത്രം പോരാ, പേരുകൊണ്ട് മുഅ്മിനായ പോരാ, മുസ്ലിമായ പോരാ, പിന്നെ എന്ത് വേണം? അമൽ സ്വാലിഹാത്ത് ഉണ്ടാകണം. ഇപ്പൊ ഞാൻ എന്റെ ശരീരം ഫുള്ളായോ? ഇല്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം മുഴുവനായോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, സത്യം സ്വീകരിക്കാനും അതുപോലെ തന്നെ ക്ഷമ പാലിക്കാനും പരസ്പരം സതുപദേശം ചെയ്യുന്നവരാകണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുന്നവരാകണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, ഖൂ അൻഫുസകും വഅഹ്ലികും നാറാ, നിങ്ങളെ ശരീരം മാത്രം നോക്കിയാ പോരാ, വഅഹ്ലികും നാറാ, നിങ്ങൾ അഹ്ലുകാരെയും നിങ്ങൾക്ക് നോക്കണം. അതിന്റെ ഉത്തരവാദിത്വം, അവരുടെ സേഫ്റ്റി നിങ്ങളെ കരങ്ങളിലാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ കാര്യം നോക്കിയിട്ട് നമ്മൾ ഒരു മുഅ്മിനായ മുസ്ലിമായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്, ഇബാദത്ത് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കുകയാണ്, മറ്റുള്ള കാര്യം നോക്കാതെ. അത് പറ്റൂല. നമ്മുടെ കുടുംബക്കാര്, നമ്മുടെ വീട്ടിലുള്ളവരെ, നമ്മുടെ കുടുംബക്കാര്, നമ്മുടെ അയൽവാസികള്, നമ്മളെ കൂട്ടുകാര്, വേണ്ടപ്പെട്ടവരെ നമ്മൾ മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ നന്മയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ യഥാർത്ഥ വിജയിയാവുകയുള്ളൂ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. എന്ത് പ്രയാസം വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും അതൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ക്ഷമ, ഒരു മനക്കരുത്ത് നമുക്ക് വേണം. അത് നമുക്ക് മാത്രം പോരാ, ബാക്കിയുള്ളവർക്കും ഉണ്ടാക്കണം. നമ്മള് അത് പറയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്, ഉപദേശിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴേ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നിസ്കാരത്തിന്റെ വിഷയം, ഇബാദത്തിന്റെ വിഷയം.
ഏത് വിഷയം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അതിലൊക്കെ നമ്മൾ ക്ഷമയുള്ളവരായിട്ട് മാറണം, ക്ഷമിക്കുന്നവരായിട്ട് മാറണം. ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മൾ ക്ഷമിക്കണം. ആ ഒരു നല്ല ക്ഷമയോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യമാണ്, ഇത് ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിലൊക്കെ ക്ഷമിച്ചുകൊണ്ട് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നവരായിട്ട് മാറണം. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല ധാരാളം ഖൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ്, സന്മനസ്, സാഹചര്യം അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഷർറിന്റെയും കവാടങ്ങൾ കൊട്ടിയടച്ച് നമുക്ക് സന്തോഷത്തോടുകൂടെ ഇബാദത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖും ആഫിയത്തും അതുപോലെ തന്നെ ദീർഘായുസും അല്ലാഹു തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്, ഈ സൂറത്തിന്റെ മഹത്വം നമ്മെ അറിയിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇല്ലം യുനസ്സൽ മിനൽ ഖുർആനി ഇല്ലാ ഹാദിഹി സൂറ ലകഫത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തല്ലാതെ വേറൊരു സൂറത്തും ഇറക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, അപ്പൊ ഈ സൂറത്ത് മാത്രമേ വിശുദ്ധ ഖുർആനിൽ ഉള്ളൂ എങ്കിൽ അത് മതിയായിരുന്നു എന്നാണ്. കാരണം എല്ലാ വിഷയങ്ങളും ഈ സൂറത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അല്ലേ? കാരണം ഈമാനുണ്ട്, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ അമല സ്വാലിയാത്തും പറഞ്ഞു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. പരസ്പരം ക്ഷമയുള്ളവരാകണം, നന്മയിൽ ക്ഷമയുള്ളവരാകണം, തിന്മയെ തൊട്ട് അകന്നു നിൽക്കാനുള്ള ആ ഒരു ക്ഷമ നമുക്കുണ്ടാകണം. ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ മുഴുവനും ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു മനുഷ്യൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു സൂറത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അവരൊക്കെയല്ലേ നമ്മെ പഠിപ്പിക്കുന്നത്, അവരാണ് നമ്മുടെയൊക്കെ ഇമാമിയങ്ങള്. നമുക്ക് വിശുദ്ധ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഇമാമിയങ്ങൾ നമ്മൾക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തന്നാൽ അതിനപ്പുറം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ പഠിച്ച് ഇതൊക്കെ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട മഹത്തുക്കളായ നമ്മുടെ ഇമാമിയങ്ങളാണ് നമുക്കൊരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പിന്നെ ഇനി അതിനപ്പുറത്തേക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. അവർക്കാണ് യഥാർത്ഥ സുന്നി എന്ന് പറയാ. അതല്ലാത്ത ആളുകളാണ് ബിദ്അത്തിന്റെ ആളുകള്, പുത്തനാശയക്കാര്. അവരുടെ കാര്യം നമ്മളൊന്നും നോക്കേണ്ട ആവശ്യവുമില്ല. നമ്മുടെ ഇമാമികൾ ഒരു കാര്യം പറഞ്ഞാൽ അത് അവിടെ നിൽക്കുക, പിന്നെ അതിനപ്പുറം നോക്കേണ്ട ആവശ്യമില്ല. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദ്യം കേട്ടാൽ വിചാരിച്ചു ഖുർആൻ മുഴുവനും തിരിഞ്ഞ ആളുകളാണെന്ന്, ഹദീസ് മുഴുവൻ തിരിഞ്ഞ ആളുകളാണെന്ന് തോന്നിപ്പോകും. 10 ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാഠമാക്കിയ നമ്മുടെ മഹത്തുക്കളായ ഇമാമിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹത്തുക്കളായ എല്ലാ വിഷയവും കൃത്യമായിട്ട് പഠിച്ച് രേഖപ്പെടുത്തി വെച്ച ആളുകളാണ് മഹത്തുക്കളായ നമ്മുടെ ഇമാമിയങ്ങൾ. അവർ നമുക്കൊരു കാര്യം പറഞ്ഞു തന്നാ പിന്നെ അതിനപ്പുറം നമുക്ക് എന്ത് വിവരമുള്ളത്? ഒരു വിവരമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയാണ്. നമുക്ക് ആർക്കും തന്നെ ഒരു വിവരമില്ല. പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഇമാമിയങ്ങൾ എന്ത് പറഞ്ഞു അവിടെ നിൽക്കുക, അതിനപ്പുറത്തേക്ക് വേറൊരു ചിന്തയെ പാടില്ല. ആരെന്ത് ചോദിച്ചാലും നമ്മുടെ ഇമാമ് പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അവിടുത്തെ മഹത്ത് നമ്മുടെ ഇമാമായ ബഹുമാനപ്പെട്ട ശാഫിഈ റളിയല്ലാഹു അൻഹു ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനപ്പുറം നോക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളായ നമ്മള്. ഇതാണ് യഥാർത്ഥ സുന്നികള്. അങ്ങനെ യഥാർത്ഥ സുന്നിയായിട്ട് ജീവിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഖൈറായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ റഹ്മാനായ റബ്ബേ, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന റഹ്മാനായ റബ്ബേ, നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഈ പരിശുദ്ധ ഖുർആന്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് ഈമാൻ നന്നാക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് ഈമാൻ നീ നന്നാക്കി തരണം റഹ്മാനെ. പൂർണ്ണ ഹിദായത്തിലായിക്കൊണ്ട്, പൂർണ്ണ ഈമാനിലായിക്കൊണ്ട്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലായിക്കൊണ്ട് അടിയുറച്ചുകൊണ്ട് ജീവിക്കാനും മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, ജീവിതത്തിലുള്ള എല്ലാവിധ പ്രയാസങ്ങൾ, ഞങ്ങളെ ഇബാദത്തുകളും മുടക്കുന്ന ഒരു രോഗം ഞങ്ങൾക്ക് നീ നൽകില്ല റഹ്മാനെ. ഒരു പ്രയാസവും ഞങ്ങൾക്ക് നീ നൽകില്ല റഹ്മാനെ. ഒരുപാട് പ്രയാസമുള്ളവരുണ്ട്, കടമുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്. ഇങ്ങനെ പലവിധ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന റഹ്മാനായ റബ്ബേ, നീ എല്ലാം മുറാദുകൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ.
രോഗങ്ങളൊക്കെ നീ പരിപൂർണമായിട്ടും ശിഫ നൽകണ റഹ്മാനെ, ആജിലായ ശിഫ നൽകണ റഹ്മാനെ. സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവരുടെ എല്ലാവിധ അവരുടെയൊക്കെ സമ്പത്തിൽ നീ അഭിവൃദ്ധി നൽകണ റഹ്മാനെ, ബറക്കത്ത് നൽകണ റഹ്മാനെ, ഐശ്വര്യം നൽകണ റഹ്മാനെ. ഞങ്ങളെ കൽബിൽ നീ റാഹത്തിനെ ഇട്ട് നൽകണ റഹ്മാനെ, മഹബത്തിനെ നീ വർദ്ധിപ്പിക്കണ റഹ്മാനെ, ഈമാനെ നീ ശക്തിപ്പെടുത്തണ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, നിന്റെ എല്ലാവിധ കാര്യങ്ങൾ തൊട്ടും ക്ഷമിക്കാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണ റഹ്മാനെ. സുഹൃത്തുക്കളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖിനെ നൽകണ റഹ്മാനെ. എല്ലാവിധ ഷെറിന്റെയും കവാടങ്ങൾ കൊട്ടി അടക്കപ്പെടണ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, ഷെറുകളെ തൊട്ട് ഇനി കാക്കണ റഹ്മാനെ. എല്ലാവിധ തിന്മകളെ തൊട്ട് ഇനി കാക്കണ റഹ്മാനെ. നന്മകളുടെ വഴികളെ നീ തുറന്നു നൽകണ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, ഞങ്ങൾ ആഖിബത്തിനെ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾ ആഖിബത്തിനെ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. ഞങ്ങളെ മക്കളിൽ നീ ബറക്കത്ത് നൽകണ റഹ്മാനെ. ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണ റഹ്മാനെ. ഞങ്ങളെ ഇബാദത്തുകൾ, ഞങ്ങൾ ആരോഗ്യത്തിൽ നീ ബറക്കത്ത് നൽകണ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ പലരും സ്വദേശത്തും വിദേശത്തും ഒക്കെ ജോലി ചെയ്യുന്നവരുടെ എല്ലാവരുടെയും ജോലികൾ നീ ബറക്കത്ത് നൽകണ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, ഒരുപാട് സഹോദരന്മാർ ഞങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ട്. റഹ്മാനെ റബ്ബേ, എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് ഇത് ഒരു സ്വാലിഹായ അമലു സ്വാലിഹാത്തിൽ നീ പെടുത്തണ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, ഞങ്ങളിൽ നിന്ന് നീ പെടുത്തണ റഹ്മാനെ. കിബർ നൽകല്ല റഹ്മാനെ, റിയാ നൽകല്ല റഹ്മാനെ, ഹസദ് നൽകല്ല റഹ്മാനെ. മാരകമായ രോഗങ്ങൾ റഹ്മാനെ റബ്ബേ, നിന്റെ മഹത്തുക്കളെ എണ്ണിയ ആ ഒരു കൂട്ടത്തിൽ മഹാന്മാരെ നമ്മൾ എണ്ണിയ ഹസദ് പോലത്തെ, റിയാ പോലത്തെ, കിബർ പോലത്തെ മാരകമായ രോഗങ്ങൾ തൊട്ട് നീ കാക്കണ റഹ്മാനെ. നീ കാക്കണ റഹ്മാനെ. നീ കാത്ത് സംരക്ഷണം നൽകണ റഹ്മാനെ. ഞങ്ങളെ ഈമാനെ നീ സലാമത്തിലാക്കി തരണ റഹ്മാനെ. ഞങ്ങളെ ഈമാൻ നീ സലാമത്തിലാക്കി തരണ റഹ്മാനെ. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന്, അതുപോലെ തന്നെ പരമാവധി നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇപ്പം ഏതായാലും ക്ലാസ് മുഴുവനായിട്ടും കേട്ടവരൊക്കെ ആയിരിക്കുമല്ലോ. ഏതായാലും ലൈക്ക് ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാവുന്ന ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. പ്രത്യേകമായിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല എല്ലാം ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.